തകഴിയുടെ ചെമ്മീനിൻ്റെ 14-ാമത്തെ അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ചക്കിയുടെ മരണമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞ് കരയുന്ന പഞ്ചമിയെയാണ് 14-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പോൾ പഞ്ചമിയെ ചക്കി നല്ല പെണ്ണിനെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ചെമ്പൻ കുഞ്ഞ് ചക്കിയുടെ മുകളിൽ അങ്ങനെ കിടന്ന് കരയായിരുന്നു. അച്ഛൻ കുഞ്ഞും കൂട്ടുകാരും കൂടി അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നീ തുറയിലരയനെ വിവരം അറിയിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം, കറുത്തമ്മയെ വിവരം അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറുത്തമ്മയെ അറിയിക്കാനായിട്ട് ആൾ പോണ്ടേ എന്നുള്ള ചോദ്യം ഉണ്ടായപ്പോഴാണ് ദുഃഖാർത്ഥനായിട്ടുള്ള ചെമ്പൻ കുഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരലർച്ച പോലെ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ചെമ്പൻ കുഞ്ഞ് പറയുന്നത് ചക്കിയെ കൊന്നത് കറുത്തമ്മയാണ് എന്നാണ്. അപ്പോൾ കുറച്ച് സമയത്തിന് ആരും ഒന്നും മിണ്ടിയില്ലെങ്കിലും തുറയിലരയനും അഭിപ്രായം ശരിവയ്ക്കുക ചെയ്ത് തള്ള വയ്യാതെ കിടക്കുമ്പോൾ വേറൊന്നും നോക്കാതെ അവളെ ഇറങ്ങിപ്പോയതല്ലേ എന്ന് തുറയിലരയനും പറഞ്ഞു. അപ്പോൾ പഞ്ചമി മാത്രം അങ്ങനെ അവളെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. ഏതായാലും ശവദാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. പരീക്കുട്ടി മാത്രം അങ്ങനെ ഒഴിഞ്ഞു മാറി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് എങ്ങനെയെങ്കിലും കറുത്തമ്മയെ അറിയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൾക്ക് എത്രത്തോളം ദുഃഖം ഉണ്ടാവും എന്നൊക്കെ അയാൾ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അയാളിങ്ങനെ വിചാരിക്കുകയാണ്, എങ്കിലും മുതലാളിയെങ്കിലും ഒന്ന് അറിയിച്ചില്ലല്ലോ എന്ന് ചിലപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ടാവും. അവൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അപ്പോൾ ചിന്തിക്കാനുണ്ടാവും എന്നൊക്കെ അയാളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും താനത് ചെയ്യേണ്ടതാണ് എന്ന് അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ കറുത്തമ്മയുടെ ആങ്ങളെയാണ് താൻ എന്ന് അയാളുടെ മനസ്സിലിങ്ങനെ വന്നു. ചക്കി അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏതായാലും അന്ന് രാത്രി അയാൾക്ക് ഉറക്കം വന്നില്ല. അയാൾ കുറേ നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉരുണ്ട് കിടന്നുകൊണ്ടിരുന്നു. പിന്നെ അയാൾ എഴുന്നേറ്റ് തൻ്റെ കൂടൊക്കെ അടച്ചു പൂട്ടിയിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കടൽക്കരയിലെ കാറ്റ് എന്തൊക്കെയോ അയാളോട് പറയുന്നതായിട്ട് അയാൾക്ക് തോന്നി. അപ്പോൾ തൃക്കുന്നപ്പുഴയ്ക്ക് പോകണമെന്ന് അയാളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കറുത്തമ്മയോട് താൻ ചക്കിയുടെ മരണം അറിയിക്കണമെന്നൊക്കെ. ഏതായാലും അങ്ങനെ അയാൾ നടന്ന് തൃക്കുന്നപ്പുഴയ്ക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ കറുത്തമ്മയെ കണ്ട് താനിതൊക്കെ പറയുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താവും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ അയാൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഏതായാലും നടന്ന് വെളുപ്പായപ്പോഴേക്ക് പരീക്കുട്ടി തൃക്കുന്നപ്പുഴയിൽ എത്തുകയാണ്. അപ്പോൾ വള്ളത്തിന് പോകാനായിട്ട് ഇറങ്ങിയ ഒരു അരയനെയാണ് അയാൾ കണ്ടത്. അപ്പോൾ ആ അരയൻ ജാഗരക്കാലത്ത് ഇവരുടെ കടപ്പുറത്ത്, അതായത് നീർക്കുന്നത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പരീക്കുട്ടിയെ അയാൾക്ക് ചെറുതായി പരിചയമുണ്ട്. അപ്പോൾ എന്തിനാണ് കൊച്ചുമുതലാളി ഈ സമയത്ത് ഇവിടെ വന്നത്, അതും പളനിയെ തിരക്കിയിട്ട് എന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ ആദ്യം പരീക്കുട്ടി ഒന്ന് വിഷമിച്ചു. പിന്നെ പറഞ്ഞു പളനിയുടെ മരക്കാത്തിയുടെ തള്ള ചത്തുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അങ്ങനെ കൊച്ചുനാഥൻ എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് അതൊരു വാർത്തയായിരുന്നു. ചെമ്പൻ കുഞ്ഞിനെയും ചക്കിയെയും അയാൾക്കും അറിയാം. പക്ഷേ ഈ ചാക്കാല അറിയിക്കാനെ കൊണ്ട് മുതലാളി എന്തിനാ വന്ന്, അവിടെ മരക്കാന്മാരില്ലയോ എന്ന് അയാളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം പരീക്കുട്ടിക്കും ഒരു സമാധാനം പറയേണ്ട ഒരു കാര്യമായിട്ട് അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. എന്നാലും എന്താണ് പറയുകയെന്ന് അയാളിങ്ങനെ വിചാരിച്ചു. അപ്പോൾ പളനിയെയും മരക്കാത്തിയെയും മരണം അറിയിക്കേണ്ട എന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മരണം കഴിഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പിന്നെ പരീക്കുട്ടി ഇയാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും അയാൾ വിചാരിച്ചു, എന്നാലും ഇയാൾ എന്തിനാണിത് പറയാനായിട്ട് വന്നത്, ഈ നടുക്കണ്ടാം പാതിരയ്ക്ക് കൊച്ചു മുതലാളി എന്തിനാണ് വന്നത് എന്ന് അയാളിങ്ങനെ വിചാരിച്ചു. അപ്പോൾ തന്നെ ആങ്ങളെയാക്കിയ കാര്യം താൻ എങ്ങനെയാണ് ഇയാളോട് പറയുക, ഇയാൾ എന്താണ് അങ്ങനെ പറഞ്ഞാലും ഇയാൾക്ക് എന്താണ് തോന്നുക എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. പിന്നെ പളനി പറയുന്നത് ആരെങ്കിലുമൊക്കെ പറയണ്ടേ, അവളത് അറിയണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും അയാൾ വിശ്വസിച്ചോ എന്തോന്ന് പിന്നെ പരീക്കുട്ടി തന്നെ വിചാരിക്കണ്ടേ. ഏതായാലും അയാൾ കറുത്തമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വള്ളങ്ങളൊക്കെ കടലിൽ പോയിട്ടുണ്ടായിരുന്നു. പരീക്കുട്ടി കറുത്തമ്മയുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ചെന്നു. അയാൾക്ക് നാവൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നി. കറുത്തമ്മയെന്ന് 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ ആരാണതെന്ന് ഉള്ളിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പരീക്കുട്ടിയാണെന്ന് പറഞ്ഞു. കുറച്ച് സമയത്തിന് പിന്നെ ഒരു നിശബ്ദതയായിരുന്നു. പിന്നെ പൊട്ടിക്കരയുന്നത് പോലുള്ള ചോദ്യമാണ് പിന്നെ ഉണ്ടായത്, അവിടുന്ന് പോന്നാലും എനിക്ക് സ്വൈരം തരില്ലേ എന്ന്. അപ്പോൾ ഇല്ല, ഞാൻ ഈ കഥക് തുറക്കത്തില്ല എന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ കരയുകയാണ്. അപ്പോൾ പരീക്കുട്ടിക്ക് അത് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കി. എന്നാലും അയാൾ പറഞ്ഞു, കറുത്തമ്മയ്ക്ക് എന്നെ അറിയില്ലേ, ഞാൻ നിന്നെ ഒന്നും കാണിക്കാനോ ഒന്നുമല്ല വന്നിട്ടുള്ളത്,
പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇത് അവളോട് പറയേണ്ടതെന്ന് അയാളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നിനക്ക് പുറത്തിറങ്ങിക്കൂടെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പണ്ടത്തെ പരീക്കുട്ടി തന്നെയാണ്, നീ എന്തായാലും പുറത്തേക്ക് വായോ, ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ എനിക്ക് നിന്നോടൊന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ വയ്യ എന്നാണ് അവൾ പറയുക. അപ്പോൾ അങ്ങനെ പറയരുത്, ഇനി നമ്മൾ കാണേണ്ടവരാണ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും കർത്തവൻ പറയേണ്ട, അയ്യോ വേണ്ട, പിന്നെ കടലിൽ പോയിരിക്കുകയാണ്, കാറ്റും കോളൊക്കെ വരും എന്ന് വീണ്ടും പറയുമ്പോൾ അയാൾ വീണ്ടും കറുത്തമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗതി കേട്ടവളെ പോലെ അവളങ്ങനെ വിളി കേൾക്കുകയാണ്. അപ്പോൾ ഞാൻ നിൻ്റെ ആങ്ങളെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങളെയോ, ആരാ അങ്ങനെ ആങ്ങളെയാക്കിയത്? അപ്പോൾ നിനക്ക് വേറെ ആങ്ങളെയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിൻ്റെ ആങ്ങളെയാണ്, നിൻ്റെ അമ്മച്ചിയാണ് എന്നോട് നിൻ്റെ ആങ്ങളെയാവാൻ പറഞ്ഞത്, അതുകൊണ്ട് നീ കതക് തുറന്നേ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും കറുത്തമ്മ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആ സമയത്ത് പളനി പറഞ്ഞു, കറുത്തമ്മ ചക്കി മരക്കകത്ത് ചത്തുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആ സമയത്ത് അങ്ങനെ നിലവിളിച്ചു. പരീക്കുട്ടി ഉറക്കം നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ അടുത്തുള്ളവരൊക്കെ ഓടി വരുമെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് പരീക്കുട്ടി വേഗം അവിടുന്ന് പോയി. അപ്പോൾ അയൽക്കാരി പെണ്ണുങ്ങൾ ഓടി വന്നു, അവളെങ്ങനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ദുഃഖത്തിനിടയിലും ആര് പറഞ്ഞിട്ടാണ് ഈ വാർത്ത അവൾ അറിഞ്ഞത് എന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ട്. അപ്പം അവൾ സ്വപ്നം കണ്ടതായിരിക്കുന്ന അവരിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ണീര് കുറേയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ചില യുക്തികൾ അവളുടെ ഉള്ളിൽ അങ്ങനെ വന്നു കറുത്തമ്മയുടെ. അപ്പോൾ അവൾ തന്നെ ഈ വാർത്ത അവിശ്വസിച്ച് തുടങ്ങി. വെച്ചാൽ ഒരു നിരാശനായ കാമുകൻ്റെ ദ്രോഹബുദ്ധി അതാവരുതോ എന്ന് അവളങ്ങനെ വിചാരിച്ചു. അമ്മ മരിച്ചെങ്കിൽ വാർത്ത അറിയിക്കാൻ ആരെങ്കിലും വരാതിരിക്കുമോ എന്നൊക്കെ അവളങ്ങനെ വിചാരിച്ചു. ഏതായാലും ഭർത്താവ് കടൽ പോയിരിക്കുകയാണ്, തിരിച്ചു വരുമ്പോൾ ചോറ് കൊടുക്കണം. അപ്പോൾ ഒരു ഭാര്യയുടെ കർത്തവ്യം അവളെ കൊണ്ട് ആ വീട്ടുജോലികളൊക്കെ ചെയ്യിച്ചു. ഒരു കണക്കിൽ അരിയും കറിയൊക്കെ അവളങ്ങനെ ഒരുക്കി. ഒരു നിമിഷം ആൾ വരുന്ന കറുത്തമ്മ അങ്ങനെ പ്രത്യേകിച്ചു പതിവിൽ നേരത്തെ പളനി അങ്ങനെ കരക്കിറങ്ങി വാവിട്ട് കരഞ്ഞുകൊണ്ട് കറുത്തമ്മ പറഞ്ഞു, എൻ്റെ അമ്മ ചത്തുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്കത് കേട്ടതായിട്ടേ തോന്നിയില്ല. അന്നോളം കണ്ടിട്ടില്ലാത്തൊരു ഗൗരവമാണ് അയാളുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയെ കൊന്നതെന്നൊക്കെ അവളങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആരത് വന്ന് പറഞ്ഞത് എന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ അവൾക്കും ആകെ ഇനി എന്താണ് പറയേണ്ടത്. പിന്നെ അവൾ അങ്ങനെ പറഞ്ഞു, ആ കൊച്ചു മുതലാളിയാണ്. എന്നിട്ട് അയാൾ എന്ത് ചോദിച്ചു, അത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗൗരവത്തിൻ്റെ കാരണം അതാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അതോ മരണം മുറപ്രകാരം അറിയിക്കാത്തതാണോ, എന്താണ് അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഗൗരവക്കാരനാക്കിയത്? അപ്പോൾ അയാളിങ്ങനെ പറയണം, ആ മേത്തനെ നിൻ്റെ അച്ഛൻ പറഞ്ഞയച്ചതാണോ? അപ്പോൾ അതിനുത്തരം പറയാൻ കറുത്തമ്മയ്ക്കും കഴിയില്ല, കാരണം അവളതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ പളനി ചോദിച്ചു, ഇതറിയിക്കാൻ പിള്ളേരെ ആ തുറയിൽ കിട്ടത്തില്ലയോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്താണ് അവൾക്ക് ഉത്തരം പറയേണ്ടതെന്ന് ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല. അവൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. നമുക്കൊന്ന് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ട്? തൃക്കുന്നത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ പളനിക്ക് ചുണ്ടു കൂട്ടിയിട്ടുള്ള ഒരു മന്ദഹാസം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അയാൾ പോകാൻ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ അവൾ പറഞ്ഞു, എൻ്റെ പെറ്റമ്മയാണ് ചത്തത്. അപ്പോൾ അതും പളനിക്ക് ഇളക്കിയില്ല. ഒരു മകനെ പോലെ പളനിയെ അമ്മ സ്നേഹിച്ചിരുന്നു എന്ന് കറുത്തമ്മ പറഞ്ഞു. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളാണ് തെറ്റ് ചെയ്തതെന്ന് മാത്രമല്ല അമ്മ പറഞ്ഞിട്ടാണ് അവൾ ഇറങ്ങിപ്പോകുന്നത് എന്നും കൂടി കറുത്തമ്മ പളനിയോട് അങ്ങനെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്പോൾ കറുത്തമ്മ അയാളോട് അങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു, കടലമ്മയാണ്, എൻ്റെ അമ്മയാണ് മരിച്ചത്, എനിക്ക് പോകണമെന്ന്. പക്ഷേ അയാൾ അതിന് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ആരാണ് പറയാൻ വന്നത്? അയാൾ വന്നത് കൊച്ചുനാഥൻ ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പു കടപ്പുറമെല്ലാം അവയ്ക്കാതി പറഞ്ഞ് നടക്കുകയാണ്, അവരെല്ലാം കൂടി എന്നെ ഇറക്കി വിട്ടു, അവരൊക്കെ കൊച്ചുങ്ങളുള്ളവരാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് കറുത്തമ്മയ്ക്ക് കാര്യം മനസ്സിലായത്. അവളേക്ക് അവൾ പഴിച്ചു പോയാൽ അത് അയാളെ ജീവനെ ബാധിക്കുക, മറ്റുള്ളവർക്കും അത് ബാധിക്കുന്നുള്ളതുകൊണ്ടാണ് മറ്റുള്ളവർ അയാളെ ഇറക്കി വിട്ടതെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞിട്ടാണ് പോയി എന്ന് പളനി ചോദിച്ചു. അപ്പോൾ അമ്മ ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മരയ്ക്കാന്മാരാരുമില്ല ഇത് വന്ന് പറയാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇവരെക്കുറിച്ച് കൊച്ചുനാഥനും പപ്പും ഒക്കെ നല്ല ചർച്ചകളായിരുന്നു. അപ്പോൾ നീർക്കുന്നത്ത് ഇവളുണ്ടായിരുന്നപ്പോൾ അയാൾ രാത്രിയിൽ പാടും, ആ സമയത്ത് ഇവള് ഇറങ്ങിച്ചെല്ലും, അതുകൊണ്ടാണ് ഞാൻ അന്ന് കല്യാണത്തിൻ്റെ അന്ന് വഴക്കുണ്ടാക്കിയതെന്നൊക്കെ പപ്പു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യത്തിൽ ദുഃഖമുണ്ട്, പളനി പാവാണ്, അവനെ ഇങ്ങനെ ഒരാളെ കൊണ്ട് കിട്ടിയതെന്നൊക്കെ അവരങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴവന് എങ്ങനെ
വള്ളത്തിൽ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് അവർ അയാളെ ഇറക്കി വിട്ടത്. വീട് ശുദ്ധമല്ല, ആ സ്ഥിതിക്ക് അവൻ വള്ളത്തിലുണ്ടെങ്കിൽ ഏത് സമയവും എന്ത് അപകടം ഉണ്ടാവാം. അപ്പോൾ അവൻ്റെ വീട് ശുദ്ധമല്ലെന്ന് ആരാ പറഞ്ഞതെന്ന് വേലായുധൻ ചോദിക്കുന്നുണ്ട്. ആണ്ടിയും വേലായുധൻ്റെ വശം ചേർന്ന്. അപ്പം നിനക്ക് തിട്ടമായിട്ട് പറയാമോ, ആർക്കാടാ വീട് ശുദ്ധമാണെന്നും തിട്ടം പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത്രത്തോളം പോകാൻ ആരും തയ്യാറില്ല. സ്വന്തം വീട് ശുദ്ധമാണെന്ന് വിശ്വസിക്കുക എന്നല്ലാതെ അവിടെ ആർക്കും ഒന്നും ഇല്ല എന്നുള്ളത് അവർക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു പൊതുവായ സംശയമുണ്ട്. പളനി നടുക്കടലിലേക്ക് വെള്ളം കൊണ്ടുപോയത് അവൻ്റെ ബുദ്ധിക്ക് എന്തോ വികല്പമുള്ളത് കൊണ്ടല്ലേ? പപ്പു പറഞ്ഞുകൊണ്ട് നടക്കുന്ന കഥ മറ്റൊരു മനഃശല്യാണ്. എന്തായാലും പെണ്ണ് നല്ലവളാണെന്ന് ഒരഭിപ്രായവും ഉണ്ട്. അപ്പോൾ കുമാരി ഒഴിച്ച് മറ്റെല്ലാവരും അയാളെ വിശ്വസിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാലും ഒരു മരക്കാരൻ മരണം പറയാൻ മേത്തന്മാരെയാണോ അയക്കുന്നതെന്ന് പിന്നെ ഒരു സംശയം അങ്ങനെ ഉണ്ടായി. ഏതായാലും പളനിയുടെ വീട്ടിലും അങ്ങനെ അനിശ്ചിതത്വം തുടരുകയാണ്. അവൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പളനി അതിനൊരു വാക്ക് പറയുന്നില്ല. അപ്പോൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വസിക്കാൻ പെണ്ണേ എന്ന് പറയുന്നുണ്ട്. എന്നാലും കുറേ ചോദ്യങ്ങൾ അയാളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അയാൾക്കാണെങ്കിൽ ഒരമ്മയുടെ മരണം അത് എത്രത്തോളം മനസ്സിന് ആഘാതം ഉണ്ടാക്കുന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു കഴിവ് അയാൾക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അയാൾക്ക് ഒരമ്മയെ മനസ്സിലാക്കാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പിന്നെ അവൾ അയാളെ ധിക്കരിച്ച് പോയാലോ ഇനി ഒരിക്കലും തിരിച്ചു വരാനായിട്ട് കഴിയില്ല. അതിനവൾ തയ്യാറുമല്ല. കാരണം അവൾ അമ്മ പറഞ്ഞിട്ടുള്ളത് മരക്കാത്തിയെ ജനിച്ച നീയും മരക്കാത്തിയായിട്ട് തന്നെ മരിക്കണം എന്നാണ്. അപ്പോൾ ഒരാളിനെ അയച്ച് അമ്മയുടെ മരണവാർത്ത കൂടി അറിയിക്കാൻ കരുണയില്ലാത്തവനാണല്ലോ തൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛനും തന്നെ സ്വീകരിക്കുന്നുണ്ടാവില്ല. പറഞ്ഞത് കേൾക്കാതെ പുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നവളല്ലേ താനെന്നൊക്കെ കറുത്തമ്മ സമയത്ത് ഇങ്ങനെ വിചാരിച്ചു. അമ്മയുടെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ കരയുന്ന പഞ്ചമിയെക്കുറിച്ച് അവൾ ചിന്തിച്ചു. ഇനിയും പരീക്കുട്ടിമാരെ കടപ്പുറത്ത് കാണുമെന്നൊക്കെ അവളങ്ങനെ വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് പളനി ദൂരേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കറുത്തമ്മ അയാളുടെ അടുത്ത് നിന്നിട്ട് ചോറ് തിന്നണ്ടയോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ മേത്തൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കറുത്തമ്മ തൻ്റെ എല്ലാ കഥകളും അയാളോട് പറയാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടാളും ഒന്നിച്ച് കളിച്ചു വളർന്നതും അവൾക്ക് 18 വയസ്സായതും വരെയുള്ള കഥകൾ അവൾ അയാളോട് പറയുകയാണ്. അയാൾക്കത് വിശ്വാസം ഇല്ലാത്ത രീതിയിലൊന്നുമല്ല അയാൾ കേട്ടത്. നല്ല രീതിയിൽ തന്നെയാണ് കേട്ടത്. ഏതായാലും 18 വയസ്സ് കഴിഞ്ഞപ്പോഴുള്ള ചില കാര്യങ്ങൾ അവൾ മറച്ചു വെച്ചു. അതായത് പണത്തിൻ്റെ കഥ, പാട്ടിൻ്റെ കഥ, അതേപോലെ അവസാനമായി യാത്ര പറഞ്ഞ കഥ, അതൊക്കെ അവൾ ഒളിച്ചു വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊരാങ്ങളയില്ല, അയാൾ എൻ്റെ ആങ്ങളയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വല്ലാണ്ട് പളനിക്ക് ഏശിയില്ല എന്നാണ് അയാളുടെ മുഖഭാവം വ്യക്തമാക്കുന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു, അപ്പം നീർക്കുന്നത്തും കടപ്പുറത്ത് നിന്ന് പറഞ്ഞയച്ചതാണെന്നാണല്ലോ എല്ലാവരും പറയണത്, അതുള്ളതാണോ അല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ആ ഭാര്യയ്ക്ക് ഒരു ഉത്തരേണ് പറയാനുണ്ടായിരുന്നുള്ളൂ. എന്നൊന്നും ആ കടപ്പുറത്തിന് ചേർന്ന ഒരു മരക്കാത്തിയായിട്ട് അവൾ കഴിഞ്ഞു കൊള്ളാമെന്ന് മാത്രം. അപ്പം അങ്ങനെ അത് തെറ്റാണെന്ന് പറയാൻ കറുത്തമ്മയ്ക്ക് കഴിഞ്ഞില്ല. അത് ശരി തന്നെയാണല്ലോ. അപ്പോൾ പളനിക്ക് വിശ്വാസം ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിൽ അവൾ നുണയൊന്നും പറയാണ്ട് സത്യസന്ധമായിട്ട് തൻ്റെ അനുഭവങ്ങൾ അയാളോട് വിവരിക്കുകയാണ്. പക്ഷെ ചില കാര്യങ്ങൾ അവൾക്ക് മറച്ചു വെക്കേണ്ടി വന്നു. പാട്ടിൻ്റെ കഥയും രാത്രി ഇറങ്ങിച്ചെന്ന കഥയും അതേപോലെ ചെമ്പൻ കുഞ്ഞ് പണക്കാരനായ കഥയൊക്കെ അയാളോട് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ 14-ാമത്തെ അധ്യായം അവസാനിക്കുക.